أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. മഹാനായ സ്വലാഹുദ്ദീൻ അയ്യൂബിയെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിന്റെ മുജദ്ദിദായിരുന്നു എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. അവരുടെ മുൻഗാമിയായ നൂറുദ്ദീൻ മഹ്മൂദ് സംഗി റഹ്മത്തുള്ളാഹി അലൈഹിം തജദ്ദുദിന്റെ അത്രത്തോളം മഹാത്മ്യമുള്ള മഹാനായിരുന്നുവെന്ന് പറഞ്ഞവരുണ്ട്. മഹാനായ സ്വലാഹുദ്ദീൻ തങ്ങളുടെയും അവരുടെ ഭാര്യയുടെയും ചരിത്രം പറയുന്നുണ്ട്. സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ ഭാര്യ അന്ന് രാത്രി ഒരിക്കൽ മഹദി റളിയല്ലാഹു അൻഹു പേടിച്ച് വിഷമിച്ച് ബഹളം വെച്ച് എഴുന്നേറ്റു. സുബ്ഹി വാങ്കിന് വാങ്ക് കൊടുത്ത നേരത്ത് വീട്ടുകാരായ പെണ്ണുങ്ങളും പരിചാരികമാരും പരിചാരകരും ഒന്നിച്ചു ചോദിച്ചു, എന്തേ ബീവി നിങ്ങൾക്ക് പറ്റിയത്? എന്ത് വിഷമം, എന്ത് പേടിച്ചാണ് നിങ്ങൾ എഴുന്നേറ്റ് വരുന്നത്? എന്ത് ബഹളമാണ് നിങ്ങൾ വെക്കാൻ കാരണമായത്? എന്തേ ഇവിടെ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോ മഹാനായ സ്വലാഹുദ്ദീൻ അയ്യൂബി തങ്ങളുടെ ഭാര്യ അന്ന് കൊടുത്തൊരു മറുപടി ഉണ്ട്. ഫാതത്തിനി വിർദുൽ ലൈല, ഇന്നലത്തെ രാത്രിയിൽ എനിക്ക് നിസ്കരിക്കേണ്ട നിസ്കാരം നഷ്ടമായി പോയിട്ടുണ്ട്. എന്റെ തഹജ്ജുദ്, എന്റെ ഖിയാമുൽ ലൈൽ നഷ്ടമായിട്ടുണ്ട്. ഞാൻ ഇന്നലെ അറിയാതെ ഉറങ്ങിപ്പോയി. ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കൽ പതിവുള്ള എനിക്ക് ഇന്നലെ രാത്രി അത് നടത്താൻ കഴിഞ്ഞിട്ടില്ല. എന്റെ ക്ഷീണം കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. ഒരു രാത്രി എനിക്ക് നഷ്ടമായല്ലോ എന്നോർത്ത് രാജകുമാരിയായിരുന്ന രാജാവാണ് സ്വലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ. ലോകത്തിന്റെ മുക്കുമൂലകളിൽ ദീനിന്റെ ഫത്ഹകൾ നടത്തുന്ന മഹാനുഭാവന്റെ പ്രിയപ്പെട്ട ഭാര്യ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയാതെ പോയല്ലോ എന്നാലോചിച്ച് വിഷമിച്ച് കരയുമ്പോൾ നമ്മൾ അറിയണം, സ്വലാഹുദ്ദീൻ അയ്യൂബി തങ്ങളോട് എന്തേ നിങ്ങൾ ചിരിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ വകൈഫ അദ്ഹകു വബൈതുൽ മഖ്ദിസ് ഫീ യദിൽ യഹൂദി വന്നസാറാ, ഞാൻ എങ്ങനെയാണ് ചിരിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് സന്തോഷിക്കുന്നത്? പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് ജൂതന്മാരുടെ കൈകളിലല്ലയോ കിടക്കുന്നത്? ഞാൻ എങ്ങനെ അതിന്റെ മോചനം നടക്കുന്നത് വരെ എങ്ങനെ എനിക്ക് ചിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ മഹാനായ സ്വലാഹുദ്ദീൻ അൽ അയ്യൂബി അൽ ഖുർദി റളിയല്ലാഹു തആല അൻഹു, ആ മഹാനുഭാവന്റെ കരങ്ങളിലൂടെ അള്ളാഹു വിജയം തരാൻ കാരണമായത് അദ്ദേഹത്തിന്റെ ധീരത മാത്രമല്ല, അവരുടെ ഇബാദത്താണ്, അവരുടെ ഈമാനാണ്, അവരുടെ തഖ്വയാണ്. കാരണം ഈ ഉമ്മത്തിനെ അള്ളാഹു സംരക്ഷിച്ചത് തഖ്വയിലൂടെയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ വിയോഗം കഴിഞ്ഞ് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിന്റെ ചാവി, അതിന്റെ താക്കോൽ കൂട്ടം ക്രിസ്ത്യാനികളായ ബൈത്തുൽ മുഖദ്ദസിന്റെ സൂക്ഷിപ്പുകാർ, അവിടുത്തെ പാട്രിയാർക്കീസുമാർ ഉമർ റളിയല്ലാഹു അൻഹുവിന് കൈമാറാൻ മഹാനായ ഖലീഫയെ വിളിച്ച നേരം ഫാറൂഖ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടക്കുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. മഹാനവരുടെ ശരീരത്തിലുള്ള വസ്ത്രത്തിൽ എത്രയോ തുന്നുകളുള്ള തുന്നിപ്പിടിപ്പിച്ച വസ്ത്രമാണ്. കാലുകളിൽ ചെളി കാണുന്നുണ്ട്, ശരീരമാസകലം ക്ഷീണിച്ചിട്ടുണ്ട്. ഉമർ എന്നവരെ ഞങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു കോട്ട് കൊണ്ടുതരാം. ഇവിടുത്തെ ഭരണാധികാരികളും പ്രമാണിമാരും ധരിക്കുന്ന ഓവർ കോട്ടാണത്. ആ കോട്ട് തരാം. നിങ്ങളുടെ കൈകാലുകളിലെ ചെളിയൊക്കെ ഒന്ന് നീക്കിയിട്ട് വൃത്തിയുള്ള വസ്ത്രം, നിങ്ങളുടെ തുന്നിപ്പിടിപ്പിച്ച വസ്ത്രം കണ്ടാൽ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് നിങ്ങളോടുള്ള മതിപ്പ് നഷ്ടപ്പെടില്ലേ? ഉമർ എന്ന് കേട്ടാൽ ലോകം വിറക്കുന്ന കാലമാണ്. ആ ഉമർ എന്നവർ 18 20 തുന്നുകളുള്ള വസ്ത്രങ്ങളുമായി വരുമ്പോൾ അവർക്കൊരു മതിപ്പ് കുറവ് വരും. അതുകൊണ്ട് ഉമറേ, അമീറുൽ മുഅ്മിനീനെ, നിങ്ങൾ വസ്ത്രമൊന്ന് മാറണം എന്ന് പറഞ്ഞപ്പോ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൊടുത്തൊരു മറുപടിയുണ്ട്. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, അല്ലാഹു നമുക്ക് ഇസ്സത്ത് നൽകിയത് നമ്മൾ മുസ്ലിമീങ്ങളായി ജീവിച്ചപ്പോഴാണ്. നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചപ്പോഴാണ് നമുക്ക് അള്ളാഹു ഇസ്സത്ത് നൽകിയത്. നമ്മൾ ബാങ്ക് പലിശകൾ ഒഴിവാക്കിയപ്പോഴാണ്, നമ്മൾ വട്ടിപ്പലിശകൾ ഒഴിവാക്കുമ്പോഴാണ്, മദ്യപാനവും ലഹരിയും നമ്മൾ ഒഴിവാക്കുമ്പോഴാണ്, സ്വന്തം മാതാപിതാക്കളോടും കുടുംബത്തിനോടും ഉമ്മത്തിനോടും ബഹുമാനത്തോടെ പെരുമാറുമ്പോഴാണ്, നമ്മുടെ രാത്രികാലങ്ങളിലെ സ്വകാര്യമായ സമയങ്ങളിൽ നമ്മൾ അള്ളാഹുവിന് സമയം പതുകുത്തു കൊടുക്കുമ്പോഴാണ്, നമ്മൾ ദാനധർമ്മവും ചുണ്ടുകളിൽ ദിക്റും സ്വലാത്തും നമ്മൾ ടുമ്പോഴാണ് ഈ ഉമ്മത്തിന് അല്ലാഹു അഭിമാനം നൽകുന്നത്. എന്നല്ലാതെ എന്റെ കോട്ടിലൂടെയല്ല, എന്റെ വസ്ത്രത്തിലല്ല, ഉമറിന്റെ ചേലിലും കോലത്തിലുമല്ല. ഫമനിബ്തഗൽ ഇസ്സത ഫീ ഗൈരിഹി അദല്ലഹു അല്ലാഹ്
ദീൻ മാറ്റിവെച്ചിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും വഴിയിലൂടെ അഭിമാനം വേണമെന്ന് തോന്നുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് അപമാനമാണ് നൽകുന്നത്, പരാജയമാണ് നൽകുന്നത്. നമ്മൾ മുഅ്മിനീങ്ങളായി ജീവിക്കുമ്പോൾ നമുക്ക് ഇസ്സത്തുണ്ട്. അതുകൊണ്ട് ഫാറൂഖ് തങ്ങൾ തന്നെയാണ് പറഞ്ഞത്, വലൻ യസ്ലുഹ ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലുഹ ബിഹി അവ്വലുഹാ. ഈ ഉമ്മത്തിന്റെ മുൻഗാമികൾ എങ്ങനെയാണോ നന്നായത് ആ രീതിയിൽ ജീവിക്കുമ്പോഴേ പിൻഗാമികൾക്കും നന്നാവാൻ കഴിയൂ. അതുകൊണ്ട് ഉമ്മച്ചികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിജയം, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അല്ലാഹുവിന്റെ സഹായം നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുകയാണ്. ആ സഹായം അവന്റെ റഹ്മത്തുകളാണ്, അല്ലാഹുവിന്റെ നഫഹാത്തുകളാണ്. അറിയണേ, ഇന്ന ലിറബ്ബിക്കും ഫീ അയ്യാമി ദഹ്രിക്കും ലനഫഹാത്തിൻ അലാ ഫതഅറദൂ ലഹാ. അറിയണേ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കാറ്റ്, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിന്റെ കാറ്റ്, അല്ലാഹുവിന്റെ കരുണയുടെ മന്ദമാരുതൻ അടിച്ചു വീശുന്നുണ്ട്. ഫതഅറദൂ ലഹാ, നിങ്ങൾ അതിലേക്ക് നിന്നു കൊടുക്കണമേ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.